പ്രതിസന്ധികളില്ലാത്ത ജീവിതമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു സ്റ്റേജിൽ ഇപ്പോഴുള്ള 12 കണ്ടസ്റ്റൻസിനും ഞങ്ങൾ കൊടുക്കുന്ന ഒരു റൗണ്ടും അത് തന്നെയാണ്. ഒരു സിറ്റുവേഷൻ, ഒരു ക്രൈസിസ് സിറ്റുവേഷൻ, അതെങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യും, അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുമോ, അവരുടെ ഓപ്ഷൻസ് എന്തായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ജനറൽ ഒരു റൗണ്ടാണ്. ഇതിന് അവർ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ജഡ്ജസിന് എന്താണോ അവർക്ക് കൊടുക്കേണ്ട ടാസ്ക് അവർ കൊടുക്കും. ആൻഡ് വീൽ സീ ഹൗ ഇറ്റ് വർക്ക്സ് ഔട്ട്. സോ ഫാർ ഇറ്റ്സ് ബിൻ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇന്ന് ക്രൈസിസ് സൊല്യൂഷൻ റൗണ്ടിൽ എത്തുന്നു നമ്മളുടെ ബ്യൂട്ടിഫുൾ കണ്ടസ്റ്റന്റ് ടീനു. ഹലോ ടീന, സുഖം? സുഖമായിട്ടിരിക്കുന്നു. എന്തിനാ വന്നേ? അറിയില്ല. എന്നിട്ട് എന്തിനാ പിന്നെ ആരെങ്കിലും വരുമോ അറിയാതെ? ശരിക്കും അറിയില്ല? അറിയില്ല. റൗണ്ട് എന്താണെന്ന് അറിയില്ല? ഇല്ല. ഒന്നും പറഞ്ഞില്ല. ഓക്കെ, സോ ജസ്റ്റ് ഒരു വാം അപ്പ് സെഷൻ ആണ്, ഇതൊന്നും അല്ല റൗണ്ട്. ഓക്കെ, മുരളി ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കായിരുന്നു. മുരളി ചേട്ടൻ പറയണത് ടീന പറയണം. ഒറ്റ പ്രാവശ്യം പറയും മുരളി ചേട്ടൻ. ഒറ്റ പ്രാവശ്യം ഞാൻ പറഞ്ഞുള്ളൂ. കേട്ടോളൂ കേട്ടോ. എവിടെ നാട് എവിടെയാണ്? തൃശ്ശൂര്. അപ്പൊ തൃശ്ശൂരിന് Okay. തൃശ്ശൂർ വെച്ച് പറയാം അല്ലേ? ആ. തൃശ്ശൂര് തൃപ്പടിമേൽ 10 പച്ച തത്ത ചത്തൊത്തിരുന്നു. And your time starts now. തൃശ്ശൂർ 10 കേക്കാൻ വയ്യ? മൈക്ക് അടുത്ത് വെച്ച് പറയൂ. അല്ല, ഒരു മിനിറ്റ്. ഒന്നര. ഇല്ല, ഒരു മിനിറ്റ്. ഇത് കഴിഞ്ഞിട്ട് നല്ല ശരിയായി കൊടുക്കും. ചേട്ടാ ഒരു സെക്കൻഡ്. സൗണ്ട് കേട്ട് നേരത്തെ. ചേട്ടാ ഒന്നര ട്രൈ ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഇത് തറവില്ല. സൗണ്ട് കേട്ടോ ബാക്കിലോട്ട് പോകുമ്പോൾ പടപടാന്ന് സൗണ്ട് കേട്ടു. സാർ തറയെ വീണിന്റെ ഹെഡിന് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. തറ വീണോ? എൻ്റെ ഈ ഹെഡിന് ചെറിയ ഡാമേജ് ആയിട്ടുണ്ട്. അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് കയറി പടപടാൻ സൗണ്ട് കേട്ടായിരുന്നു. ഞാൻ കയറി പോയപ്പോഴേ അല്ല കയറി പോയപ്പോ സൗണ്ട് കേട്ടു. അത് നടന്നതാ? ഇത്ര സൗണ്ട് നടക്കുന്നതിന് ഇത്രയും സൗണ്ടോ നടക്കുന്നതിന്? അവിടെ തട്ടെന്താ ചെയ്തോ? അത് അവിടെ കൊണ്ട് പോയ വഴിക്ക് എന്തോ തട്ടിയതാണ്. ഇത് അകത്തെ ഹെഡ് കംപ്ലൈൻ്റ് ആയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കേട്ടു. അങ്ങോട്ട് പോയ വഴിക്ക് ഡും ഡും എന്നൊരു സൗണ്ട് ഞാൻ കേട്ടു. വേറെ മൈക്കുണ്ടോ? വേറെ മൈക്ക് കൊടുക്കാം. അത് നോക്കൂ. മൈക്കിൻ്റെ അല്ല വിഷയം, ഇത് കംപ്ലൈൻ്റ് ആയത് പ്രശ്നമാണ് സാർ. ഈ സെയിം മൈക്കാണോ മുമ്പ് യൂസ് ചെയ്തത്? അതെ പിന്നെ കണ്ടസ്റ്റൻസിന്റെ മൈക്ക് അതല്ല, അതൊരു എഞ്ചിനീയർ അല്ലേ? അല്ലല്ല, ഇത് നേരത്തെ കണ്ടസ്റ്റൻസ് യൂസ് ചെയ്ത മൈക്ക് തന്നെ. അത് നേരത്തെ ചെക്ക് ചെയ്തിരുന്നു. അത് ഇപ്പോൾ കേട്ടതല്ലേ സാർ? ഒരു കാര്യം ചെയ്യും, ഇപ്പൊ എന്റെ മൈക്ക് വെച്ച് ഒന്നര ചെയ്യാം. കംപ്ലൈൻറ്റ് ഇത് കംപ്ലൈൻ്റ് ആക്കിയത് വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല സാർ. കംപ്ലൈൻറ്റ് നമ്മൾ ഉത്തരം പറയണ്ടേ? മൈക്ക് കംപ്ലൈൻ്റ് ആകുമ്പോൾ അത് വെറുതെ അങ്ങ് പോകാൻ പറ്റുമോ? മൈക്ക് വേറെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്റ്റാൻഡ് ബൈ നമ്മളുടെ സാധനമുണ്ട്. ഇത് ഇതിൻ്റെ ഹെഡ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് സാർ. തറയിൽ വീണതാണ്, അല്ലാതെ കംപ്ലൈൻ്റ് ആവില്ല. മൈക്ക് വേറെ ഉണ്ട്, പക്ഷേ ഇതിന് ആരും ഉത്തരം പറയും. ഇതിൻ്റെ ഹെഡ് കംപ്ലൈൻ്റ് ആയതാണ്. സൗണ്ട് കേട്ടെന്നുള്ള സത്യമാണ്. ഇല്ലേ, കേട്ടില്ലേ? അല്ല, അതുകൊണ്ടാണ് നമ്മൾ അന്നേരം നോക്കാൻ. സൗണ്ട് കേട്ടു. ടീന, ഇങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ട് വരൂട്ടാ ടീന. ഇതുണ്ടല്ലേ, ഇതിൻ്റെ സൈഡ് ഉണ്ടോ? അല്ല, ഇത് സൈഡിൽ ഇതുണ്ട്. ഡാമേജ് ആയാ? യെസ്. എന്ത് വില വരും അതിന്? ചെയ്യും. സൗണ്ട് കേട്ടു. അല്ല സാർ, ഇത്രയും നേരം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ ഒരു സമയത്ത് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലും അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം സാർ. അല്ല, എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അത് മൈക്ക് സാർ, നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കണല്ലോ സാർ. ആ സാധനം നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന അത് കംപ്ലൈൻറ്റ് ഇല്ലാതെ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പോൾ അതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞൊരു റിമാർക്ക് എഴുതി തരുമോ, എന്തെങ്കിലും ചെയ്താൽ മതി. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. നമുക്ക് ചീനയിൽ എഴുതി വാങ്ങിക്കാം. ഒന്ന് എഴുതി തന്നാൽ മതി. അല്ല, ഏകദേശം വാട്ട് ഈസ് ദി കോസ്റ്റ്? അല്ല,
ടീന തന്നെ വേണമെന്നില്ല, നമുക്ക് ഇതിനകത്ത് വന്നെങ്കിൽ മദന സാർ എനിക്ക് ആരെങ്കിലും ഇതിന് ഒരാൾ ഉത്തരം ഉത്തരവാദിത്തം പറയണം. ഏറ്റെടുക്കാൻ പറ്റില്ല, സോറി. അപ്പോൾ ടീന അതിന് ഉത്തരം പറയണം. ടീന ഉത്തരവാദിത്തം. ഏകദേശം 25,000 രൂപയാണ് അതിന് വില. 25,000. അത് കുറവാന്ന് തോന്നണു. ആണോ? 25 അല്ല. 1 ലക്ഷം രൂപയോളം വരും. 1 ലക്ഷം രൂപ വരും. 1.5 ലക്ഷം രൂപ ഈ മൈക്കിനാ? പിന്നെ ദൈവമേ. നമ്മളിത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ട് നടക്കും. എൻ്റെ വില നമുക്ക് അറിഞ്ഞാത്തതുകൊണ്ടാണ് സാർ. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു സ്റ്റാൻഡ് ബൈ വെച്ച് കണ്ടിന്യൂ ചെയ്യാം സാർ. ഒരു സ്റ്റാൻഡ് ബൈ കൊടുക്കും തൽക്കാലം. ഷൂട്ട് ആട്ടം മുടക്കണം, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. സ്റ്റാൻഡ് ബൈ വെച്ച് കൊണ്ടുവരാം. ടീന എവിടെയെങ്കിലും മുട്ടിയോ അവിടെ? എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. ഉറപ്പാണോ? ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, മുട്ടിയിട്ടില്ല. ഷുവർ ആണോ? അപ്പൊ ചേട്ടാ നമുക്ക് ഒരു സ്റ്റാൻഡ് ബൈ വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ഫോർ ദ ടൈം ബീങ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. സോറി സോറി ചേട്ടാ. ചേട്ടാ ഒരു വേറെ മൈക്ക് ഉണ്ടോ? മൈക്കുണ്ട്. എനിവേ സമയം കളയണ്ട. ഹലോ, അതെ സാർ. Yes. സാർ ആ എൻട്രി മോൽ എടുക്കണം, മൈക്ക് മറ്റേതാണ്. ശരി, ഒന്നൊരു എൻട്രി. ഒരു എൻട്രി കൂടി കൊടുക്കാം, ഒരു എൻട്രി. ഓക്കെ, ചെക്ക്. ഹലോ, കംപ്ലൈന്റ് ആയിട്ടെന്ന് പറയുന്നത്. റെഡി? ടീന, ടീനു. ടീന, ചേച്ചി 6th സ്റ്റേജില് ടീനയുടെ ഫസ്റ്റ് റൗണ്ട്, അതും ഒരു ഐഡിയ ഇല്ലാത്ത റൗണ്ട്. റൗണ്ട് എന്താണെന്നറിയാമോ? ഇല്ല. നോ ഐഡിയ. ഓക്കെ, വെരി സിമ്പിൾ. 3 മിനിറ്റ് സമയം മാക്സിമം. ഒരു ടോപ്പിക്ക് തരും, നിർത്താതെ ശ്വാസം പോലും എടുക്കുന്നത് ഞങ്ങൾക്ക് അറിയണ്ട. പോസ് ഇല്ലാതെ ഈ ആലോചിക്കുന്ന ആ സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ ഇല്ലാതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരു ടോപ്പിക്കിൽ സംസാരിക്കണം. അങ്ങനെ ആ ഈ ഓ എന്നുള്ള സാധനം വന്ന് അപ്പം കട്ട് ചെയ്തിട്ട് വേറെ സാധനം തരും. ഓക്കെ ഓക്കെ. വനിതാ രത്നത്തെക്കുറിച്ച് സംസാരിക്കാം. വനിതാ രത്നത്തിൽ ഇതുവരെയുള്ള ടീനയുടെ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാം. ഈസിയാണ്. Your time starts now. ഞാനിവിടെ വന്നത് തന്നെ ഈ ദുബായിൽ once again. One more. Your time starts now. ഞാൻ ദുബായിലായിരിക്കുമ്പോൾ ടി വിയിൽ സ്ക്രോൾ കണ്ടിട്ടാണ് ഇതിൽ ആദ്യം പങ്കെടുക്കാൻ തന്നെ വന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന അന്ന് തന്നെയായിരുന്നു ഓഡീഷൻ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഒരു വന്നു ഒന്നുകൂടെ നോക്കണം. ഒന്നുകൂടി. വൺ ലാസ്റ്റ് ചാൻസ്. ഓക്കെ, റെഡി? And your time starts now. ഓക്കെ. എന്ത് പറ? പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ടൊന്നും വരുന്നില്ല. അല്ലാതെ സംസാരിക്കാൻ പറ്റില്ലേ? ഇല്ലാതെ സംസാരിക്കുക എന്നുള്ളതാണ് എയിം. ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിൽ ഒരു അല്ല, വേണ്ട, നമുക്ക് മറ്റേത് കൊടുക്കാം. തൃശ്ശൂരിൽ നിന്ന് വരുന്നോണ്ട് നമുക്ക് ശരി, ഒരു വേറൊരു സാധനം. ഓക്കെ, അത് 10 പ്രാവശ്യം പറയണം. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം പറയും, ടീന 10 പ്രാവശ്യം പറയണം. 2 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക സർ. തൃശ്ശൂര് തൃപ്പടിമേൽ 10 പച്ച തത്ത ചത്തൊത്തിരുന്നു. തൃശ്ശൂര് തൃപ്പടിമേൽ 10 പച്ച തത്ത ചത്തൊത്തിരുന്നു. And your time starts now. തൃശ്ശൂരിൽ തൃപ്പടിമേൽ 10 തത്ത ചത്ത് കുത്തിയിരുന്നു. ഒന്നുകൂടി. തൃശ്ശൂരിൽ തൃപ്പടിമേൽ 10 തത്ത ചത്ത് കുത്തിയിരുന്നു. 10 പച്ച തത്ത ചത്തൊത്തിരുന്നു. തൃശ്ശൂർ തൃപ്പടിമേൽ 10 പച്ച തത്ത ചത്തൊത്തിരുന്നു. തൃശ്ശൂരിൽ തൃപ്പടിമേൽ 10 പച്ച തത്ത ചത്ത് തൊത്തിരുന്നു. Come on, faster. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് പറയൂ. തൃശ്ശൂരിൽ തൃപ്പടിമേൽ 10 പച്ച തത്ത ചത്ത് തൊത്തിരുന്നു. ചത്തൊത്തിരുന്നു അല്ല, ചത്തൊത്തിരുന്നു. ചത്ത് കൊത്തിയിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ, അത് കൊള്ളാം. എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. ഈ ഇപ്പൊ നമ്മളിപ്പോ തന്ന ടാസ്ക് എങ്ങനെ ചെയ്തു ടീന? അത് പറയൂ. എന്താണ് ടീനയെ കുറിച്ച് വിലയിരുത്തുന്നത് ഈ ടാസ്കിൽ? ഇതിപ്പോ പറയാൻ പറഞ്ഞതാണോ? അപ്പൊ ഞങ്ങൾ 2 ടാസ്ക് തന്നില്ലേ? അത് എങ്ങനെ ഉണ്ടായിരുന്നു? പറയൂ. എന്താ എന്ത് ടീന ചിരിക്കണ? കൊറേ നേരമല്ലോ നിന്ന് ചിരിക്കണോ? ടീനക്ക് അറിയാലോ കോമ്പറ്റീഷൻ അല്ലേ, പിന്നെ എന്താ വെറുതെ നിന്ന് ചിരിച്ചോണ്ടിരിക്കണേ? ഒരു കാര്യം ചോദിക്കല്ലേ മുരളിച്ചാട്ടൻ, ആൻസർ പറയൂ. ശരിയായില്ല. ശരിയായി പറയാൻ പറ്റിയില്ല. ആൻസർ പറയാൻ പറ്റില്ല? അല്ല, പറ്റിയില്ല. എന്ത് പറയാൻ പറ്റില്ല? രണ്ടും. എന്തായിരുന്നു രണ്ടും?
ആദ്യം വനിതാരത്നത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. ആ അത് പറ്റിയില്ല. പിന്നെ പിന്നെ ഇപ്പൊ പറഞ്ഞ അതും പറ്റിയില്ല. നന്നായി. കേക്കാം എന്താ ജഡ്ജസിന് പറയാനുള്ളത്? കേക്കാം. കേക്കാം, ഞാനിന്ന് കേട്ടിട്ടേ പോളൂ. മുരളി ചേട്ടാ. യെസ് ടീന, സർ, ടാസ്ക് എന്തായിരുന്നു? ടാസ്ക് എന്തായിരുന്നു മനസ്സിലായോ? വനിതാരത്നത്തെ കുറിച്ച് പറഞ്ഞു. അല്ല, വേറെന്തൊക്കെ ചെയ്തു ഇവിടെ? വേറെന്തൊക്കെയാ ചെയ്ത് ഇവിടെ വന്നിട്ട്? വേറെന്തൊക്കെ ചെയ്തു? മൈക്കാണോ? മൈക്കാണ് ടാസ്ക്. അതായിരുന്നു ടാസ്ക്. ഞങ്ങളുടെ മുഖ്യ നടൻ സൗണ്ട് ചേട്ടൻ, സൗണ്ട് തോമ അല്ല, സൗണ്ട് അമോൽ ചേട്ടൻ. സൂപ്പർ അഭിനയമായിരുന്നു ചേട്ടാ, സമ്മതിക്കണം, ഞങ്ങൾ തന്നെ മേടിച്ചു പോയി. അതായിരുന്നു നമ്മൾ തന്ന ടാസ്ക്. അപ്പൊ അത് ഷുവറായിട്ട് പറയണ്ടേ? ഞാൻ ചെയ്തിട്ടില്ല. ചിരിച്ചോണ്ട് ഞാനല്ല ഞാനല്ല ഞാനല്ല. അല്ല, ഞാൻ ചെയ്തിട്ടില്ല. ആ പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോ ഒരു ചേട്ടൻ അതായിരുന്നു തന്ന ക്രൈസിസ് മാനേജ്മെന്റ് ആണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലേ? അപ്പൊ അതായിരുന്നു ക്രൈസിസ് എന്ന് പറയുന്നത്. കുഴപ്പമില്ലായിരുന്നു, കുറച്ചുകൂടി ഒക്കെ സ്ട്രോങ് ആവണം കേട്ടോ. ഫുൾ ഐ തിങ്ക് കൺഫ്യൂഷൻ ആയി പോയല്ലേ ഫുൾ. ടീനക്ക് എന്റെ ദൈവമേ, ഇങ്ങനെയാണോ പൊതുവെ പ്രശ്നങ്ങൾ വന്നാൽ? പൊതുവെ ഇങ്ങനെ ഇതായി പോവോ? ഒരു ചെറിയ സാധനം വന്നാൽ ബാക്കി കുറച്ച് അലട്ടുവോ? കുറച്ചേരം അത് മുമ്പേ നടന്നത് കുറച്ച് അലട്ടിയില്ലേ ഇതിനെ അല്ലേ? ഇപ്പൊ ഒരു സ്റ്റെബിലിറ്റി അങ്ങ് പോയ പോലെ. ഒക്കെ പോയി. ആ, അത് പോവാൻ പാടില്ല. അല്ല എന്നാലും ചിരി വിട്ടില്ല. അത് ചിരിച്ചുകൊണ്ട് തന്നെയാണ്. അതെന്റെ ഡാഡി പഠിപ്പിച്ചിട്ടുള്ളത്, ചിരി വിടരുത്. ആര് പഠിപ്പിച്ച? ഡാഡി പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ടിരിക്കണം. അപ്പൊ അതിന് ഡാഡിക്ക് നന്ദി പറയാൻ വെക്കും കേട്ടോ. താങ്ക് യു സർ. വെൽ ഡൺ. താങ്ക് യു സർ. ടീന, മാം, ഇപ്പൊ എന്ത് തോന്നുന്നു ടീനയ്ക്ക്? ഒന്നും കൂടെ കൺഫ്യൂസ്ഡ് ആയോ? സത്യമായിട്ടും വെൽ, ഈ ഒരു റൗണ്ടിന്റെ പ്രത്യേകത എങ്ങനെയാണ്? നിങ്ങൾക്ക് അറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷെ ഫൈനലി അത് എങ്ങനെയാണ് അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്ത്? ചിലവർ വല്ലാണ്ട് റിയാക്ട് ചെയ്യും, ചിലവർ അത് ഇമോഷണൽ ആവും, ഭയങ്കര ഓവർവെൽംഡ് ആവും. സോ ഇതിൻ്റെയൊക്കെ ഇടയിൽ എങ്ങനെയാണ് വളരെ കൂളായിട്ട്, ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യണു, ഹാൻഡിൽ ചെയ്യണു? ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി സിമ്പിൾ റൗണ്ട്, പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആണ്. എന്താ വെച്ചാൽ ഇങ്ങനത്തെ കുറേ അവസരങ്ങൾ നമുക്ക് ഉണ്ടാവാം ജീവിതത്തിൽ. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ മെയിൻ കാര്യം ചെയ്യുന്നതിൽ അതൊരിക്കലും ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. സോ യു ആർ ഓക്കെ, നത്തിങ് ടു കംപ്ലെയിൻ, യു ആർ കാം. പക്ഷെ കുറെ കൂടെയൊക്കെ അസേർട്ടീവ് ആവണം.